നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് സാരി കാണിക്കാം, വളരെ കുറച്ച് സാരി. എന്തിനാണെന്നറിയോ, ഒത്തിരി സാരിയൊക്കെ നമ്മൾ സീസണിൽ ഇപ്പം ഒരു സീസൺ കഴിഞ്ഞ് അതിൻ്റെ ആലസ്യത്തിൽ ഇങ്ങനെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു വീട് ഒഴിഞ്ഞു പോയവർ അവർക്ക് അത് കഴിയുമ്പോൾ കുറച്ച് ദിവസം ഒരു ആലസ്യമായിരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് മലയാളികളുടെ മുഴുവൻ മനസ്സിൽ. എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ കഴിഞ്ഞ് നടന്നതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയല്ലേ. അപ്പം ഞാനിങ്ങനെ അല്ലേ തന്നെ എവിടെ കാണിക്കുന്നില്ലേ, ഒന്നാന്തര ഉഴപ്പെന്ന് പറഞ്ഞാൽ അതൊക്കെ പോട്ടെ. അപ്പം അതുകൊണ്ട് കുറച്ച് സാരി കാണിക്കുന്നുള്ളൂ. ഇഷ്ടമുള്ളവരെടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇപ്പം ആവശ്യമുണ്ട്, ആവശ്യം ഞാൻ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ചില സമയത്ത് നമുക്ക് സാധനങ്ങൾ ഒത്തു വരും. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും പർച്ചേസിന് പോകുമ്പോഴായിരിക്കും, ഞാൻ എങ്ങനെയൊക്കെയാണ് പർച്ചേസിന് പോകുമ്പോഴായിരിക്കും വേറൊരു സാധനം കാണും, നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം. പക്ഷെ നമുക്ക് അപ്പോഴത് ആവശ്യമില്ലെങ്കിലും കിട്ടുമ്പോൾ എടുക്കുക എന്നുള്ള ഒരു പോളിസി. ഇത് ഞാൻ എടുപ്പിക്കാൻ വേണ്ടി പറയുവാന്ന് പലരും തെറ്റിദ്ധരിക്കും. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെയൊന്നും ധരിച്ച് കളയരുത് കേട്ടോ. എൻ്റെ മുന്താണി ഞാൻ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതില്ലേ നമ്മുടെ ഒരു ഫ്ലോറൽ പ്രിന്റ് സാരിക്ക് ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. കണ്ടോ, ഒരു സൈസേ ഒരു സിൽക്കി സ്റ്റഫാണ് വന്നിരിക്കുന്നത്. ഒരു പണ്ടത്തെയൊക്കെ ഒരു ബിന്നി സിൽക്കിൻ്റെ ഒക്കെ ഒരു സ്റ്റഫ് പോലത്തെ ഒരു സെമി, അതൊന്ന് പോലത്തേനെ ഞാൻ പറഞ്ഞോളൂ. ആ വാക്ക് മാറിപ്പോകരുത്. കാരണം അതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ബിന്നി സിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലം. ഇപ്പോൾ അതിന് എത്ര പ്രചാരം ഉണ്ടോ എനിക്കറിയത്തില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എന്ന കാലത്തൊക്കെ ബിന്നി സിൽക്ക്, എൻ്റെ ഒരു മിസ് ഉണ്ടായിരുന്നു പഠിപ്പിക്കുന്ന ടീച്ചർ, അനിയമ്മ മിസ്. പുള്ളിക്കാരത്തി സ്ഥിരം ബിന്നി സിൽക്കിൻ്റെ സാരി മാത്രമേ ഉടുക്കുള്ളായിരുന്നു. അപ്പം അതിന് അന്നത്തെ കാലത്ത് ഒരു 4000 രൂപയൊക്കെയാണ് വില. ഇപ്പോൾ പറയണ്ടല്ലോ അന്നത്തെ 4000 രൂപ എന്ന് പറയാം. അന്നത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും കൂട്ടണ്ട, പൊറോട്ടൊന്നും ഉണ്ടല്ലോ. കൊച്ചിന് ഡിഗ്രി കഴിഞ്ഞു കേട്ടോ, മൂത്ത കൊച്ച്, ഇത്രേ ഉള്ളൂ. അപ്പം ഇതാണ് സാരി. ഇതിൻ്റെ കുറച്ചും കൂടെ ഡിസൈൻസും കളറും ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് ഓർമ്മയില്ല, തീർന്നു. നല്ല സ്റ്റഫാണ്, ആർക്ക് ഡയറക്റ്റ് കണ്ടാലും ഇഷ്ടപ്പെടും. ഇങ്ങനെ ഫ്ലോറലാണ് പ്രിന്റ്. ഈ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ഇപ്പം നല്ല ഡിമാൻഡാണെന്ന് അറിയാലോ. ഇത് വരും ബ്ലൗസ്. നമ്മുടെ മഞ്ജു വാര്യർ ഉടുത്ത് ഹിറ്റാക്കിയതാണ് ഫ്ലോറൽ പ്രിന്റ് ഉള്ള സാരി. പിന്നെ ഓരോന്നും ഓരോ സമയത്തും മാറി മാറി വരും, ട്രെൻഡുകൾ മാറി മാറി വരും. അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് നല്ല രസമാണ് കേട്ടോ. ഏത് പ്രായത്തിലുള്ളവർക്കും ഉടുക്കാൻ നല്ലതാ. കാരണം ഇപ്പം ഇത് ട്രെൻഡിയാണ്. കണ്ടോ, നല്ലൊരു ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. ഫ്ലോറൽ പ്രിന്റിനും ഈ മെറ്റീരിയൽ ഈ സ്റ്റഫും കൂടെ ഒത്തു വരുമ്പോൾ ഇച്ചിരി ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ സ്റ്റഫും കൂടെ ഒത്തു വരുമ്പോഴത്തേനും ഭയങ്കര ഒരു എല്ലാ പറയുന്നത്. അതുപോലെ അങ്ങ് ഒഴുക്കൻ സാരി എന്ന് പറയാൻ പറ്റില്ല, ആ സിൽക്കിൻ്റെ അതുപോലെ തന്നെ മേത്ത് വീണ് കിടക്കും. ഒഴുക്കൻ സാരിയെ എന്നുവെച്ചാൽ ഫ്ലോയി ആണെന്ന് പറഞ്ഞാലും അത് മേത്ത് വീണ് തന്നെ കിടക്കും. ബോഡി ഹഗ്ഗായിട്ട് കിടക്കുന്ന സാരിയാണ്, പക്ഷെ ഒഴുകി പോകത്തില്ല. ഈ മുന്താണി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നുമില്ല. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ. അതിൻ്റെ സ്റ്റഫ് നിങ്ങൾ നോക്കുക. ചിലപ്പോൾ ഒരു സൈഡിൽ കൂടെ തോന്നും സെമി ടെസറാണോ എന്ന്. ചിലപ്പോൾ തോന്നും നമുക്ക് ഒരു ബിന്നി സിൽക്കിൻ്റെ, ഞാൻ ആദ്യം പറഞ്ഞില്ല, സിൽക്കിൻ്റെ ഒരു സ്റ്റഫാണോ എന്ന് തോന്നും. അങ്ങനെ കൃത്യമായിട്ടൊരു സ്റ്റഫ് പറയാൻ, അതാ ഇപ്പോൾ വരുന്ന സാരികളുടെ എല്ലാം ഒരു പ്രത്യേകത, ബ്ലെൻഡഡാ എല്ലാം കൂടെ. കണ്ട ഇതിൻ്റെ കളർ എന്നാ ഒനിയൻ ഷെയ്ഡിൽ യെല്ലോ. ബ്ലൗസ് വന്നിട്ട് വേണ്ട, ഇതാ ബ്ലൗസ് കണ്ടോ. അടുത്തത് ഗ്രീൻ. റേറ്റ് എല്ലാത്തിനും ഒന്ന് തന്നെയാണെന്ന് എൻ്റെ മനസ്സിലാക്കല്, എനിക്കറിയത്തില്ല. ഇതുണ്ട് പിന്നെ സ്റ്റഫ് നല്ലതാട്ടോ. ആ ഒരു വില കൂടിയ സാരിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സാരി ഇത്. അതാ അതിൻ്റെ സ്റ്റഫിനുള്ളൊരു പ്രത്യേകത. ഇത് ബ്ലൗസ് കുഞ്ഞിപ്പൂക്കളും ഇവിടേക്ക് വരുമ്പോൾ അകന്നകന്ന് വലിയ പൂക്കളും. നല്ല രസം. അതിനല്ല ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഏതെങ്കിലും ബ്ലൗസ് ഇടും. പക്ഷേ ശരിക്കും പറയണത് അങ്ങനെ ഇടാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഒരു ഓൾഡ് മോഡൽ, സാധാ മോഡലിലേക്ക് പോകുമെന്ന് എനിക്കൊരു ഡൗട്ട്. ഞാൻ പറയാം, പണ്ടൊക്കെ അങ്ങനെയല്ലേ ബ്ലൗസിൻ്റെ പൂവിൻ്റെ സാരിയിലെ ഫ്ലോറലിൻ്റെ പൂവിൻ്റെ കളറ് എന്ത് പറയുന്നത്, സാരിയിലെ പൂവിൻ്റെ കളർ എടുത്ത് ബ്ലൗസ് ആക്കി ഇടും. അതൊരു ഓൾഡ് മോഡലല്ലേ, എൻ്റെ ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞേ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇത് നമ്മുടെ സോഫ്റ്റ് സിൽക്ക്, ഇതുണ്ട്, ഭയങ്കര സോഫ്റ്റാണ്, നല്ല രസമുണ്ട് സാരി കാണാൻ. സാരി മുന്താണി എല്ലാം കൂടെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാട്ടോ. വാടാമുല്ല കളറിൽ ഇങ്ങനെ ഒരു കോപ്പർ ബോർഡർ, മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും.
ബ്ലൗസ് വന്നിട്ട് ഇതേ ഈ ഒരു ബ്ലൗസ് കോൺട്രാസ്റ്റ്. ഈ മുന്താണിക്ക് ഈ ഒരു പച്ച പോയിരിക്കുന്നില്ലേ, ആ കോൺട്രാസ്റ്റാണ് ബ്ലൗസിന് വരുന്നത്. ബ്ലൗസിൻ്റെ അറ്റത്ത് ബോർഡറും ഉണ്ട്. ബോർഡർ കൂടിയ വീതി കൂടിയ ബോർഡറുണ്ട്, വീതി കുറഞ്ഞ ബോർഡറുണ്ട്. ഏത് വേണേലും എടുക്കാം. അടുത്തത് നേവി ബ്ലൂ. കണ്ട് നേവി ബ്ലൂവും ഇത് പിങ്കും, ഡാർക്ക് പിങ്കും. ഇവിടുത്തെ ബോർഡർ വരുമ്പോൾ കോപ്പർ ബോർഡർ വരും. ഈ പിങ്കിൻ്റെ അംശം വരുന്നത് മുന്താണിയല്ല. എന്നിട്ട് ഈ ഒരു കോപ്പർ ബോർഡർ മുന്താണിക്കും കൂടെ വന്നിരിക്കുക. എന്നിട്ട് ബ്ലൗസ് വരുമ്പോൾ ഇത് വരും. പറ, ഗസ് ചെയ്ത് പറ. ഉണ്ടാ കോപ്പറല്ല, ഇത് പിങ്ക്. അതിൻ്റെ തന്നെ ഗ്രീൻ. ആദ്യം കാണിച്ചത് വ്യത്യാസം ഉണ്ടായിരുന്നു. ഗ്രീനും മെറൂണും കൂടെ മിക്സായിട്ട് നല്ല സാരിയാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉടുക്കാനല്ല, ഫങ്ഷൻ വെയർ ആയിട്ട് ഉടുക്കണമെങ്കിൽ നല്ലതാണ്. കണ്ട, ഇത് വരും മുന്താണി. കൂടെ ഈ ബുട്ടാപ്പോന്ന് അറിയാവോ? ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഒട്ടും മേത്ത് കുത്തിക്കൊള്ളുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും ഉള്ളതല്ല. ഇതിൻ്റെ രണ്ട് സൈഡ് നല്ല സോഫ്റ്റാണ്, അകവും പുറവും നല്ല സോഫ്റ്റാണ്. ഇത് വരും മുന്താണി. അപ്പം ബ്ലൗസ് ചെയ്ത് വരും ബ്ലൗസ് ചെയ്ത് വരും ആ ഒരു മെറൂൺ കളർ. കണ്ടോ, മെറൂൺ അല്ല, റെഡിഷ് മെറൂൺ അല്ല, ചില്ലി കളർ. ഇത് വരും ബ്ലൗസ്. ഇതിൻ്റെ കയ്യേലുണ്ടല്ലോ ഇങ്ങനെ ബോർഡർ വരുന്നത്. ഓ, എത്രയും കളറുണ്ട് ഈ സാരിക്ക്. ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ. ഇടയ്ക്കൊന്ന് കട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. കട്ട് ചെയ്ത് ഞാനിത് നോക്കുന്നു, ഒന്നും കാണിക്കണമെന്ന്. എല്ലാവരും അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. ഇതാ ബോട്ടിൽ ഗ്രീൻ, ഇങ്ങനത്തെ കോപ്പർ ബോർഡർ. മുന്താണി വന്നിട്ട് ഇങ്ങനെ. മുന്താണി അകത്തോട്ടുണ്ടേ, ഞാനത് ഇങ്ങനെ അകത്ത് പോയിരിക്കുന്ന കേട്ടോ. മുന്താണി അകത്തോട്ടുണ്ട്. പിന്നെ ബ്ലൗസ് ഇത് മുന്താണിയുടെ അറ്റത്താന്ന് തോന്നുന്നു ബ്ലൗസ് വന്നിട്ട് ആ ഒരു ഇത് കണ്ടോ. മുന്താണിയുടെ അറ്റത്ത് വരുന്ന കളറാണ് ബ്ലൗസ് ആയിട്ട് വരുന്നത്. നല്ല ഭംഗിയായിരിക്കും. എന്ന ബ്ലൂ, പീക്കോക്ക് ബ്ലൂ. കണ്ടോ, ഭയങ്കര സോഫ്റ്റാട്ടോ, നല്ല സോഫ്റ്റാണ്. ഫ്ലോയി ആയിട്ടുള്ള സാരി അല്ല, സോഫ്റ്റ് സിൽക്ക് സാരി തന്നെയാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ അകവും പുറവും നല്ല ഇതാണ്. ഇത് മുന്താണി. ബ്ലൗസ് വരുമ്പോൾ ഇത് ബ്ലൗസ്. ഒറ്റ ഒന്നും കൂടെ ഉണ്ട്. മെറൂൺ അല്ല, വൈൻ കളർ. വൈനാണോ മെറൂണാണോ തിരിച്ചറിയാൻ പാടാണല്ലോ. മെറൂൺ അല്ലേ, മെറൂൺ വിത്ത് ഗ്രീൻ. മെറൂണൊന്നും പർപ്പിളൊന്നും പറയാം കേട്ടോ. വൈൻ്റെ കളറൊന്നും വേണേൽ പറയാം. രണ്ടുകൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. കൃത്യമായിട്ട് മെറൂൺ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. ഒന്ന് കൂടുതൽ നേരം ഇത് പർപ്പിളല്ലേ വൈനല്ലേ എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുവാണെങ്കിൽ അങ്ങനെ തോന്നും. പക്ഷെ ഒറ്റ കൂട്ടത്തിൽ മെറൂണെന്ന് തോന്നും. ഇത് വരും മുന്താണി. ബ്ലൗസ് വരുമ്പോൾ ഇത് വരും ഗ്രീൻ. കണ്ടോ, ഇത് വരും ബ്ലൗസ്. അപ്പം അത്രേ ഉള്ളൂ. ഇനി എന്താ പറയുക, എല്ലാവരും വേണ്ടവർ തന്നെ വേഗം തന്നെ വാങ്ങിച്ചോളൂ. ഒന്നും പറയാനങ്ങില്ല, ശൂന്യമായിപ്പോയി. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.